പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂരം എന്ന ലത്തീൻ കത്തോലിക്കരുടെ രാഷ്ട്രീയ നയം സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ഒരു സമുദായത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുവാൻ സഭാ മേലധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ സംസാരിക്കുമ്പോൾ സഭാ മേലധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ദൗത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോവുകയല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ജാതി മതഭേദമന്യേ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന വിശാല മനോഭാവത്തിൻ്റെ ഉടമകളായിരിക്കണം മതമേലധ്യക്ഷന്മാരായ ഞങ്ങളെന്ന് എനിക്കറിയാം. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ മുറുകെ പിടിക്കുവാനുള്ള കടമയും മറ്റാരെക്കാളും ഞങ്ങൾക്കുണ്ട്. അതേസമയം ആരെയും അവഗണിക്കാതെ തന്നെ അവശതകൾ അനുഭവിക്കുന്ന ലത്തീൻ സമുദായത്തെ സമൂഹത്തിന് മുഖ്യധാരയിലെത്തിക്കുവാൻ ശ്രമിക്കുന്നത് പാവങ്ങളോട് പക്ഷം ചേരുവാൻ പഠിപ്പിച്ച യേശുവിൻ്റെ പ്രബോധനങ്ങൾക്ക് എതിരാണെന്ന് ഞാൻ കരുതുന്നില്ല. നിരന്തരമായ അനീതിക്കും അവഗണനയ്ക്കും വിധേയമായ ലത്തീൻ സമുദായത്തെ ഭരണഘടന വിഭാവന ചെയ്യുന്ന സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുക തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ലത്തീൻ സമുദായം സംഘടിക്കുന്നത് മറ്റ് സമുദായങ്ങളെ ഭിന്നിപ്പിക്കാനോ തളർത്തുവാനോ അല്ല, പിന്നെ മറ്റുള്ളവരുടെ സഹായത്തോടെ ശക്തി പ്രാപിച്ചുകൊണ്ട് എല്ലാവരുടെയും നന്മയ്ക്കായിട്ടും രാഷ്ട്ര പുരോഗതിക്കായിട്ടും ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇതൊക്കെയാണെങ്കിലും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന അൽമായരുടെ ശക്തമായ ഒരു നേതൃത്വ നിര കൂടാതെ സഭയെ മാത്രം ആശ്രയിച്ചു നിന്നാൽ കേരള ലത്തീൻ സമുദായത്തിന് ഒരിക്കലും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല എന്നാണ് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. KRLCC സ്ഥാപിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലൊന്ന് പ്രത്യേകിച്ചും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ഉചിതമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുവാൻ കഴിവുള്ള ശക്തമായ ഒരു അൽമായ നിര വാർത്തെടുക്കുകയാണ്. ഒരു ധാർമ്മിക ശക്തിയായി ഞങ്ങളൊക്കെ നിങ്ങളുടെ പിന്നിലുണ്ടാകും. ഒരു നല്ല പരിധി വരെ ഇന്ന് ഈ ലക്ഷ്യം സഫലമായിക്കൊണ്ടിരിക്കുകയാണ്. KRLCC തന്നെ അൽമായർക്ക് ഭൂരിപക്ഷമുള്ള ഒരു ഏകോപന സമിതിയാണ്. ഇതിന്റെ പോഷക സമിതിയായ അൽമായ കമ്മീഷന് വ്യക്തമായിട്ടുള്ള ഒരു നിയമാവലിയും കർമ്മ പരിപാടികളുമുണ്ട്. രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്. ഇനിയും സഭാധികാരികളെ മാത്രം ആശ്രയിച്ചു നിൽക്കാതെ അൽമായർ പ്രധാനമായിട്ടും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാനുള്ള സാഹചര്യം ഇന്ന് തെളിഞ്ഞു വരികയാണ്. പ്രതീകാത്മകമായി അൽമായരെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ മഹാസംഗമത്തിന്റെ വേദി തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ വിശിഷ്ടാതിഥികളുടെയും മെത്രാപ്പൊലീത്തമാരുടെയും ഇരിപ്പിടങ്ങൾ അധ്യക്ഷന്റെ ഇരുവശങ്ങളിലുമാണ്. സംഘാടകരുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് മെത്രാപ്പൊലീത്തമാരായ ഞങ്ങൾ ഇപ്രാവശ്യം വേദിയിലിരിക്കുന്നത്. KRLCCയുടെ വക്താവും ഒരു മാസത്തോളം നീണ്ട നിന്ന് ജനജാഗരണയുടെ ജാഥയുടെ ക്യാപ്റ്റനുമായ ഒരു അൽമായനാണ് ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം വിവിധ അൽമായ സംഘടനകൾക്ക് നേതൃത്വം നൽകുകയും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം അൽമായ നേതാക്കളാണ് ഈ വേദിയുടെ പ്രധാന ഭാഗത്ത് ഉപവിഷ്ടരായിരിക്കുന്നത്. ുള്ളവരെ ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ചില സമുദായ വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭിവന്ദ്യനായ സൂസൈപാക്യം പിതാവ് മൗനപൂർവ്വം വിട്ടുകളഞ്ഞ ചില കാര്യങ്ങൾ നാം ഓർക്കണം. ഇന്ത്യൻ ജനാധിപത്യം പങ്കാളിത്ത ജനാധിപത്യമാണ്. പ്രിയങ്കരനായ VM സുധീരൻ സാറ് ഇവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടു മദ്യശാലകൾ അനുവദിക്കരുതെന്ന്. കേരളത്തിലെ തീരപ്രദേശത്തെ മദ്യഷാപ്പുകൾ ഒക്കെ നിലക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട് സർ, ജനാധിപത്യം ശക്തിപ്പെടണമെങ്കിൽ ഭരണത്തിൽ പങ്കാളിത്തം കിട്ടണം. BP മണ്ഡൽ രണ്ടാം പിന്നാക്ക കമ്മീഷൻ പറഞ്ഞത് തീരദേശ മണ്ഡലങ്ങൾ ഉണ്ടാകണം. തീരദേശത്തിന്റെ ജനപ്രതിനിധികൾ അവരുടെ ഭരണകർത്താക്കളാകണം. അങ്ങനെ സാധിക്കാത്തതിന്റെ ദുരിതം ഞങ്ങൾ ഇന്ന് പേറുകയാണ്. അങ്ങേക്കറിയാമല്ലോ, ആലപ്പുഴ ജില്ലയിൽ 73 പഞ്ചായത്തുകളുണ്ട്. 73 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് പോലും പ്രസിഡന്റ് പോലും ഇല്ലാത്ത സമുദായം അത് ലത്തീൻ കത്തോലിക്കന്റെ സമുദായമാണ്. എന്താ അവിടെ ലത്തീൻ കത്തോലിക്കനില്ലേ? കേരളത്തിൽ 7% ലത്തീൻ കത്തോലിക്കൻ, ആലപ്പുഴയിൽ ചെന്നാൽ 30% വരും ലത്തീൻ കത്തോലിക്കന്റെ സാന്നിധ്യം.
നമുക്ക് നമ്മുടെ ജില്ലയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും എന്തേ പ്രിയപ്പെട്ട VM സുധീരനും കേരളത്തെ മുഴുവൻ മനുഷ്യച്ചങ്ങളെ കൊണ്ട് ബന്ധിപ്പിച്ച എസ് ശർമ്മ ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നൽകാത്തത്? ചിന്തിക്കണം. ഈ ചിന്ത സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ ചിന്തയാണ്. കേരളത്തിന്റെ പരമോന്നത കോടതി ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് ലത്തീൻ കത്തോലിക്കനെ ഒരു ജഡ്ജിയായി നിയമിക്കുന്നില്ല? കേരളത്തിന്റെ ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരിൽ നിന്ന് എന്തുകൊണ്ട് ഒരു ലത്തീൻ കത്തോലിക്കനെ കേരള ഹൈക്കോടതിയിൽ നിയമിക്കുന്നില്ല? കേരളത്തിൽ എത്ര യൂണിവേഴ്സിറ്റികളുണ്ട്? ആ യൂണിവേഴ്സിറ്റികളിൽ എന്തേ ഈ ഒരു ലത്തീൻ കത്തോലിക്കന് പ്രാതിനിധ്യം കൊടുക്കാൻ അധികാരികൾ മടിക്കുന്നു? ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം. ഇന്ന് കോൺഗ്രസിനുണ്ടായിട്ടുള്ള പുതിയ ഊർജം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഭരണരംഗത്ത് മന്ത്രിസഭയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ലത്തീൻ കത്തോലിക്കന് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഈ ലത്തീൻ കത്തോലിക്കരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ നടപ്പാക്കാൻ കോൺഗ്രസ് തയ്യാറാകണം. അല്ലെങ്കിൽ പ്രിയമുള്ള സുധീരൻ സാറെ, ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം ചിലപ്പോൾ ഒന്ന് കുറച്ച് കാണിക്കുമെന്ന് പറയാൻ ഇത് താക്കോലിന് വേണ്ടിയുള്ള താക്കോൽ സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യമല്ല, ഞങ്ങൾക്ക് നീതിക്ക് വേണ്ടിയുള്ള സ്ഥാനമാണ്. കുറെ പേര് താക്കോലും കൂടെ ഒക്കെ കേട്ട് പൊക്കോട്ടെ, ഞങ്ങൾക്ക് നീതി ലഭിച്ചാൽ മതി. ഈ സമൂഹത്തിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു ജൈത്രയാത്രയാണ് ഞങ്ങൾ നടത്തുന്നത്. കൊഴിഞ്ഞാമ്പാറയിലെ ജലത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. കേരളത്തിൽ ഓണം ഉണ്ണണമെങ്കിൽ സുൽത്താൻപേട്ടിൽ പാലക്കാട് ചിറ്റൂർ ഭാഗത്ത് നിന്ന് പച്ചക്കറി വരണം. അവിടെ കനാലിലൂടെ വെള്ളം എത്തിക്കാൻ ചിറ്റൂരിലെ ചില MLA-മാര് തടസ്സം നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അവിടെ കുടിവെള്ളത്തിന് വേണ്ടി സമരം ചെയ്ത ആന്റണി ആൽബർട്ട് എന്ന് പറയുന്ന വൈദികനെയും 50 ഞങ്ങളുടെ സുഹൃത്തുക്കളെയും സിസ്റ്റേഴ്സിനെയും അകാരണമായി കോടതിയിലേക്ക് ജാമ്യമില്ലാ വാറന്റ് അയച്ചു. ഞങ്ങൾ പാലക്കാട് കളക്ടറേറ്റ് വളയുകയും നിശ്ചലമാക്കുകയും ചെയ്തു. അഭിമന്യനായ പീറ്റർ പിതാവ് ഇവിടെയുണ്ട്, സുൽത്താൻപേട്ടിലെ സന്തതികളുണ്ട്. ഇത്തരം നീതിരഹിതമായ ഏർപ്പാടുകൾ കേരളത്തിൽ ആവർത്തിക്കരുത്. കുടിവെള്ളം എത്തിക്കാൻ ഈ രാജ്യത്ത് ഇന്ന് അവിടുത്തെ തക്കാളിയുടെ വില 1 രൂപയാണ്. നമ്മൾ ചാല മാർക്കറ്റിൽ ചെന്ന് ചോദിച്ചാൽ തക്കാളിയുടെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സുൽത്താൻപേട്ടിൽ തക്കാളിക്ക് വില 1 രൂപയാണ്. വെള്ളമുണ്ടെങ്കിൽ കേരളം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റാവുന്ന പച്ചക്കറി നൽകാൻ അവർക്ക് കഴിയും. എന്തേ ഈ രാജ്യത്തെ നീതി പ്രകടിപ്പിക്കാത്തത്? അപ്പോൾ ഇത്തരം ജനവിഭാഗങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗാന്ധിജി പഠിപ്പിച്ച പാഠങ്ങൾ തന്നെയാണ്. അന്ത്യോദയം. എന്താണ് അന്ത്യോദയം? ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും ഉദയം ചെയ്യപ്പെടണം. ആദ്യത്തവന് കൊടുക്കുന്നത് പോലെ അവസാനത്തവനും കൊടുക്കണം. പ്രിയമുള്ളവരെ, ടാഗോർ പറഞ്ഞില്ലേ, എവിടെ മനസ്സ് നിർഭയമായി എവിടെ ശിരസ് ഉയർന്നു നിൽക്കുന്നു ആ മനോഹര സ്വർഗത്തിലേക്ക് ഈ രാജ്യത്തെ ഉയർത്തണമെന്ന്. ഞങ്ങൾക്കൊരു ജാതി ചിന്തയുമില്ല, ഞങ്ങൾക്കൊരു വർഗീയ ചിന്തയുമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു ചിന്തയുണ്ട്. ഈ രാജ്യത്തെ എല്ലാവർക്കും നീതി ലഭിക്കണം. ഈ രാജ്യത്തെ എല്ലാവരുടെ പ്രതിനിധികളും എല്ലാ തലങ്ങളിലും ഉണ്ടാകണം. അങ്ങനെ ഈ രാജ്യത്തെ മനോഹരമായ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റാൻ ഇവിടെ സന്നിധരായിട്ടുള്ള ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ആ പ്രതിജ്ഞ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കുകയാണ്. എന്നെ ശ്രമിച്ച പ്രിയപ്പെട്ട നേതാക്കൾക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ജനജാഗരണ ജാഥ ലത്തീൻ കത്തോലിക്കരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാണ്. ഇനി നമുക്ക് ഉറക്കമില്ല, ഇനി നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. പറ്റാത്ത വിധം നമ്മളിവിടെ നമ്മുടെ ചെറുപ്പക്കാർ ഉണർന്നു കഴിഞ്ഞു.